ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമുക്കറിയാം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി നാം ആഘോഷിക്കുകയാണ്. അന്നേ ദിവസം സ്കൂളുകളിലും മറ്റും അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്രസംഗമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് പഠിച്ചു പറയാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പ്രസംഗം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രസംഗം നോക്കാം. മാന്യ സദസ്സിനു വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ആദ്യം തന്നെ എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ നേരുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു മഹാനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. അഹിംസയിലൂടെയും സമാധാനപരമായ പോരാട്ടത്തിലൂടെയുമാണ് ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ലോകം അഹിംസാ ദിനം കൂടിയായി ആഘോഷിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതിനുശേഷം ഗേഡ സത്യാഗ്രഹം, ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയിലെല്ലാം അദ്ദേഹം തൻ്റെ മുഖമുദ്ര പതിപ്പിച്ചു. ഇന്നത്തെ സമൂഹം സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ അവർ സ്വയം മറന്നുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പണ്ടൊരു ധീര നേതാവ് സ്വന്തം താല്പര്യങ്ങൾ മറന്ന് രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ജീവിച്ചതുകൊണ്ട് മാത്രമാണ് നാം ഇന്നിവിടെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഗാന്ധിയുടെ 156-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം ഓർക്കേണ്ടത് അത് തന്നെയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വലിയ മനുഷ്യൻ്റെ സന്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയുള്ള കാലം നമുക്ക് ജീവിക്കാം. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ജീവൻ ത്യജിച്ച മഹാനായ നേതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അപ്പോൾ കൂട്ടുകാരെ, ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രസംഗം നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണേ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.